ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിഡ്നി ബീൻസ് വെച്ചിട്ടൊരു തോരനാണേ. അതിനായിട്ട് ഞാനൊരു കപ്പോളം കിഡ്നി ബീൻസ് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയായ കിഡ്നി ബീൻസ് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി വിസിലടുപ്പിച്ചെടുക്കാം. ഞാനിവിടെ 4 വിസിലോളം അടുപ്പിച്ചു. ഇനിയൊന്ന് കടുക് വറുത്തെടുക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു തണ്ട് വേപ്പില, 2 വറ്റൽമുളക്. ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായതിന് ശേഷം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു 2 തണ്ട് വറ്റൽമുളക് കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുവാണേ. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി അരിഞ്ഞ് വെച്ചത് ചേർത്ത് നന്നായി വഴറ്റി കൊടുത്തു. അതൊന്ന് പച്ചമണം മാറിയപ്പോൾ കുറച്ച് ചുവന്നുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായി വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് നിറം മാറി ബ്രൗൺ കളറിനാവുന്ന വരെ ഇതുപോലെ വഴറ്റി കൊടുക്കുക. ഏകദേശം ചുവന്നുള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി അല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ചിരവി ഫ്രീസറിൽ വെച്ചിരുന്നതുകൊണ്ടാണ് ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കിഡ്നി ബീൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അതിനകത്ത് നിന്ന് വെള്ളമെല്ലാം റിമൂവ് ചെയ്തിരുന്നു കേട്ടോ. ബീൻസ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. അധികം എരിവൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.